എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഉറക്കമില്ലായ്മ തന്നെയായിരിക്കും, അല്ലേ? പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് ഒന്ന് കിടന്നുറങ്ങാമെന്ന് കരുതി ബെഡിലേക്ക് വീഴുമ്പോൾ ഉറക്കം മാത്രം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഒട്ടും ഉന്മേഷമില്ലാത്ത അവസ്ഥ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് കാരണം ചിലപ്പോൾ നിങ്ങളുടെ കിടപ്പുമുറിയിലെ ഘടനയോ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ദിശയോ ഒക്കെ ആവാമെന്ന്? അതെ, നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ ഉറക്കത്തെക്കുറിച്ചും കിടപ്പുമുറിയെക്കുറിച്ചും വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. വാസ്തു എന്ന് കേൾക്കുമ്പോൾ വീട് പൊളിച്ചു പണിയണമെന്നോ വലിയ ചിലവുള്ള കാര്യങ്ങളാണെന്നോ പേടിക്കണ്ട. വളരെ ലളിതമായ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മുടെ ഉറക്കത്തിലും മാനസികാരോഗ്യത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഉറക്കം ലഭിക്കാൻ വാസ്തുശാസ്ത്ര പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കട്ടിലിടേണ്ട ശരിയായ ദിശ, ഒഴിവാക്കേണ്ട തെറ്റുകൾ, ബെഡ്റൂമിൽ വയ്ക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഏത് ദിശയിലേക്കാണ് തല വെച്ച് കിടക്കേണ്ടത്? പലർക്കും ഇതിനെക്കുറിച്ച് സംശയമുണ്ട്. ചിലർ കിഴക്കോട്ട് കിടക്കുന്നു, ചിലർ വടക്കോട്ട്. ശരിക്കും വാസ്തുശാസ്ത്രം എന്താണ് പറയുന്നത്? നമ്മുടെ ഭൂമിക്ക് വലിയൊരു കാന്തിക വലയം ഉണ്ടെന്ന് നമുക്കറിയാം. വടക്ക് നിന്ന് തെക്കോട്ടൊഴുകുന്ന ആ കാന്തിക ശക്തി നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് ദിശ നോക്കിയാലോ? ഒരിക്കലും ഒരു കാരണവശാലും തല വടക്കോട്ട് വെച്ച് കിടക്കരുത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭൂമിയുടെ വടക്കേ ധ്രുവവും മനുഷ്യ ശരീരത്തിന്റെ തലഭാഗവും ഒരേപോലത്തെ കാന്തിക ഗുണമുള്ളവയാണെന്ന് പറയാം. ലൈറ്റ് പോൾസ് റിപ്പൽ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? വടക്കോട്ട് തല വെക്കുമ്പോൾ ഭൂമിയുടെ കാന്തിക ശക്തിയും നമ്മുടെ ശരീരത്തിലെ ഊർജവും തമ്മിൽ ഒരു റിപ്പൾഷൻ നടക്കുന്നു. ഇത് നമ്മുടെ രക്തചംക്രമണത്തെ ബാധിക്കും, തലച്ചോറിലെ ഞരമ്പുകളിൽ സമ്മർദ്ദമുണ്ടാക്കും. ഫലമോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന, അസ്വസ്ഥത, നല്ല ഉറക്കം കിട്ടാത്തൊരവസ്ഥ. അതുകൊണ്ട് വടക്കോട്ട് തല വെക്കുന്നത് ഒഴിവാക്കാം. ഏറ്റവും നല്ല ദിശയാണ് തെക്ക് ദിശ. തെക്കോട്ട് തലവെച്ച് വടക്കോട്ട് കാൽ നീട്ടി കിടക്കുന്നതാണ് വാസ്തുപ്രകാരം ഏറ്റവും ഉത്തമം. ഇത് ഭൂമിയുടെ കാന്തിക വലയത്തിന് അനുകൂലമാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല റിലാക്സേഷൻ കിട്ടും. രക്തസമ്മർദ്ദം കുറയാനും മനസ്സ് ശാന്തമാകാനും ഇത് സഹായിക്കും. ഡീപ്പ് സ്ലീപ്പ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും തെക്ക് ദിശ തിരഞ്ഞെടുക്കുക. ഇനി തെക്കോട്ട് തലവെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ അടുത്ത ബെസ്റ്റ് ഓപ്ഷനാണ് ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്ന ദിശയാണല്ലോ കിഴക്ക്. പോസിറ്റീവ് എനർജിയുടെ ഉറവിടമാണ്. പഠിക്കുന്ന കുട്ടികൾക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്കും കിഴക്കോട്ട് തലവെച്ചു കിടക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കും സഹായിക്കും. പടിഞ്ഞാറ് ദിശയിലേക്ക് തല വെക്കാമോ? ഇതൊരു ആവറേജ് ഓപ്ഷനാണ്. വടക്കോട്ട് വെക്കുന്ന അത്ര ദോഷമില്ല, എന്നാലും തെക്കോ കിഴക്കോ പോലെ അത്ര ഗുണകരവുമല്ല. വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം പടിഞ്ഞാറ് തിരഞ്ഞെടുക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ തെക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്, കിഴക്കും നല്ലൊരു ഓപ്ഷനാണ്, വടക്ക് വേണ്ടേ വേണ്ട. ദിശ മനസ്സിലായി. ഇനി നമ്മൾ ബെഡ്റൂം എവിടെ ആയിരിക്കണം, കട്ടിൽ എങ്ങനെ ഇടണം എന്ന് നോക്കാം. വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും, അതായത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ദമ്പതികൾ ഉറങ്ങേണ്ടത് വീടിന്റെ കന്നിമൂല ഭാഗത്തുള്ള മുറിയിലായിരിക്കണം. വാസ്തുവിൽ നൈരുത്യ മൂല എന്ന് പറയുന്ന ഈ ഭാഗം സ്ഥിരതയുടെയും ശക്തിയുടെയും ഭാഗമാണ്. ഇവിടെ ഉറങ്ങുന്നത് ദമ്പതികൾക്കിടയിലുള്ള ബന്ധം ദൃഢമാക്കാനും ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടാനും സഹായിക്കും. കുട്ടികളുടെ മുറി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ വരുന്നത് നല്ലതാണ്. ഇനി മുറിയിൽ കട്ടിൽ എവിടെ ഇടണം? പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് കട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ചേർത്തിടുക എന്നത്. രണ്ട് വശവും ഭിത്തിയോട് ചേർത്ത് ഇടുന്നത് ഒഴിവാക്കുക. കട്ടിലിന്റെ ഇരുവശത്തും കുറച്ച് സ്ഥലമെങ്കിലും ഒഴിച്ചിടണം. എങ്കിലേ ആ എനർജി ഫ്ലോ കൃത്യമായി നടക്കൂ. അതുപോലെ ബെഡ്ഷീറ്റ് വിരിക്കാനും വൃത്തിയാക്കാനും ഇത് എളുപ്പമാക്കും. മറ്റൊരു കാര്യം, മുറിയുടെ വാതിലിനു നേരെ കട്ടിലിടരുത്. വാതിൽ തുറക്കുമ്പോൾ പുറത്തു നിന്നുള്ള എനർജി നേരെ വന്ന് അടിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്താം. അഥവാ അങ്ങനെ ഇടേണ്ടി വന്നാൽ വാതിൽ എപ്പോഴും അടച്ചിടാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കട്ടിലിന് തൊട്ട് മുകളിലൂടെ സീലിംഗിൽ ഒരു ബീം പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കട്ടിൽ അവിടെ നിന്ന് മാറ്റുക. ബീമിന് താഴെ കിടന്നുറങ്ങുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും ഉറക്കത്തിൽ ഞെട്ടി ഉണരാൻ കാരണമാകുമെന്നും വാസ്തു പറയുന്നു.
അടുത്തത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ബെഡ്റൂമിലെ കണ്ണാടി. നിങ്ങളുടെ ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടോ? അതിലെ കണ്ണാടിയിൽ നിങ്ങളുടെ കട്ടിലോ നിങ്ങൾ ഉറങ്ങുന്നതോ പ്രതിഫലിക്കുന്നുണ്ടോ? എങ്കിൽ അത് ഉടൻ മാറ്റേണ്ടതാണ്. വാസ്തുപ്രകാരം ഉറങ്ങുന്ന വ്യക്തിയുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദമ്പതികൾക്കിടയിൽ തെറ്റിദ്ധാരണകൾക്കും കാരണമാകും. ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇനി കണ്ണാടി മാറ്റാൻ സ്ഥലമില്ലെങ്കിലോ? പേടിക്കണ്ട. രാത്രി കിടക്കാൻ പോകുന്നതിനു മുൻപ് തുണി ഉപയോഗിച്ച കണ്ണാടി മൂടി വെക്കുക. ഇത് വളരെ സിമ്പിളായ ഒരു പരിഹാരമാണ്. ഇക്കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ ആരും ഉറങ്ങാറില്ല. എന്നാൽ നല്ല ഉറക്കത്തിന് ബെഡ്റൂം ഒരു ഗാഡ്ജറ്റ് ഫ്രീ സോൺ ആക്കുന്നതാണ് നല്ലത്. TV, കമ്പ്യൂട്ടർ, വൈഫൈ റൂട്ടർ എന്നിവ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുക. ഇതിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ നമ്മുടെ തലച്ചോറിന് വിശ്രമം നൽകുന്നില്ല. TV ബെഡ്റൂമിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കട്ടിലിന് നേരെ വെക്കാതിരിക്കുക. ഉപയോഗം കഴിഞ്ഞാൽ സ്ക്രീൻ മൂടി വെക്കുന്നതും നല്ലതാണ്. TV സ്ക്രീനും ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കാമെന്ന് ഓർക്കുക. ഇനി നമുക്ക് മുറിയുടെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണമെന്ന് നോക്കാം. ബെഡ്റൂമിൽ എപ്പോഴും ഇളം നിറങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇളം നീല, പച്ച, റോസ്, ക്രീം, വെള്ള തുടങ്ങിയ നിറങ്ങൾ മനസ്സിന് ശാന്തത നൽകുന്നവയാണ്. കടും ചുവപ്പ്, കറുപ്പ്, കടും ചാരനിറം തുടങ്ങിയവ ഒഴിവാക്കുക. ഇത്തരം നിറങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ദേഷ്യം കൂട്ടുകയും ചെയ്തേക്കാം. നമ്മളിൽ പലരും കട്ടിലിനടിയിൽ പഴയ സാധനങ്ങൾ, പെട്ടികൾ, ചെരുപ്പുകൾ എന്നിവ കുത്തി നിറച്ച് വെക്കാറുണ്ട്. ഇതൊഴിവാക്കുക. കട്ടിലിനടിയിൽ സാധനങ്ങൾ കുത്തി നിറച്ചാൽ ഊർജ്ജപ്രവാഹം തടസ്സപ്പെടും. ഇത് ഉറക്കക്ഷീണമുണ്ടാക്കും. കട്ടിലിനടി എപ്പോഴും വൃത്തിയായി ഒഴിഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. ബെഡ്റൂമിൽ വെക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കണം. യുദ്ധം, കരച്ചിൽ, ഏകാന്തത, കാട്ടുമൃഗങ്ങൾ തുടങ്ങിയ നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ചിത്രങ്ങൾ ഒഴിവാക്കുക. പകരം നല്ല പൂക്കളുടെ ചിത്രങ്ങൾ, ചിരിക്കുന്ന കുടുംബ ചിത്രങ്ങൾ അല്ലെങ്കിൽ സമാധാനം നൽകുന്ന പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ വെക്കാം. രാധാകൃഷ്ണന്മാരുടെ ചിത്രമോ ജോഡിയായുള്ള പക്ഷികളുടെ ചിത്രമോ വെക്കുന്നത് ദാമ്പത്യത്തിന് നല്ലതാണ്. വാസ്തുവിൽ മറ്റൊരു പ്രധാന കാര്യം ബെഡ്റൂമിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ വെക്കരുത് എന്നതാണ്. ഉദാഹരണത്തിന് അക്വേറിയം, വാട്ടർ ഫൗണ്ടൻ എന്നിവ ബെഡ്റൂമിൽ വേണ്ട. ജലത്തിൻ്റെ ശബ്ദവും ചലനവും മനസ്സിൻ്റെ ശാന്തതയെ ഇല്ലാതാക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നല്ല ഉറക്കം കിട്ടാൻ വാസ്തുവിനോടൊപ്പം ചേർത്ത് ചെയ്യാവുന്ന ചില ചെറിയ കാര്യങ്ങൾ കൂടി പറയാം. പകൽ സമയത്ത് ജനാലകൾ തുറന്നിടുക. മുറിയിൽ നല്ല കാറ്റും വെളിച്ചവും കയറട്ടെ. ഇത് മുറിയിലെ സ്റ്റെയിൽ എനർജിയെ പുറന്തള്ളാൻ സഹായിക്കും. ആഴ്ചയിൽ ഒരിക്കൽ തറ തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ ലേശം കല്ലുപ്പ് ചേർക്കുന്നത് നെഗറ്റീവ് എനർജി കളയാൻ സഹായിക്കും. കഴിയുമെങ്കിൽ വുഡൻ ബെഡ് ഉപയോഗിക്കുക. കിടക്കുമ്പോൾ കട്ടിലിന് നേരെ മുകളിൽ ലൈറ്റ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ ഒരു 0 വാട്ട് ബൾബ്, അതും റെഡോ ബ്ലൂവോ അല്ലാതെ വാം വൈറ്റ് പോലുള്ള ലൈറ്റ് ഉപയോഗിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കൈകാലുകൾ കഴുകി വൃത്തിയുള്ള മനസ്സോടെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കിടക്കുക. ഇന്ന് നടന്ന വിഷമങ്ങൾ കിടപ്പുമുറിക്ക് പുറത്തു വെക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഒറ്റയടിക്ക് ഇതെല്ലാം മാറ്റാൻ പറ്റിയില്ലെങ്കിലും തല വെക്കുന്ന ദിശ മാറ്റുക, കട്ടിലിനടി വൃത്തിയാക്കുക, കണ്ണാടി മൂടി വെക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. നല്ല ഉറക്കം എന്നത് ഒരു ആഡംബരമല്ല, അത് നമ്മുടെ ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഉറക്ക പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.